ചില യാത്രകൾ ഇതേപോലെയാണ്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തിരിവുകളും വളവുകളൊക്കെ വരും. അതേ കണക്കൊരു തിരിവിലേക്ക് കയറിയതാണ് ഈ കാണുന്നത്. ഏകദേശം രാത്രി, സമയം പറയുന്നില്ല, അതും കൂടെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല. കാരണം രാത്രിയാണ്, എന്തെങ്കിലും പ്രശ്നമായാലും വന്ന് ചാടുകയൊന്നും അറിയത്തില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞൊരു ഘോര വനത്തിൻ്റെ അകത്തൂടെ പോവുകയാണ്. നമ്മുടെ ചെറിയൊരു റോഡാണ്. പിന്നെ അറിയാലോ, കേരളമാണ്, റോഡിൻ്റെ അവസ്ഥയൊക്കെ ആ ഒരു അവസ്ഥയാണിത്. ഇതെങ്ങോട്ട് പോകണമെന്നുള്ള ശരിക്കും നമുക്ക് അറിയത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി ഇട്ടപ്പോൾ പോയതാണ്. രണ്ട് ഭാഗത്ത് ലൈറ്റ് ഇല്ല, എല്ലായിടത്തും നമ്മുടെ ഒട്ടും വെട്ടമില്ല. ഇപ്പം രണ്ട് വഴി ചേർന്നൊരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റ് ഉണ്ട്, പക്ഷെ ഒന്നും കത്തുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഗവൺമെന്റ് കാണിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റെങ്കിലും വെക്കണ്ടേ. ഭാഗ്യം ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു വണ്ടി വരുന്നതാണ് ഞങ്ങൾക്കൊരു ഇടക്കാല ആശ്വാസം. കാരണം ഇതേ ഉള്ളൊരു ആശ്വാസം. ഇങ്ങനെ വണ്ടികളൊക്കെ വരുന്നത് കാണുമ്പോഴാണ് ശരിക്കും ഇതുവഴി പോകുന്നുള്ളത്. പിന്നെ ഇതൊരു BJP ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മുടെ മുരളി സാറിൻ്റെയും ഒരുപാട് പതാകയൊക്കെ ഇവിടെ ഉണ്ട്. ഇത്തവണ സാറ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ലൈറ്റ് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു യാതൊരു വിധം ഡെവലപ്മെൻറ്റും ഇല്ലാത്തൊരു ഏരിയ ആണിത്. ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ജംഗ്ഷനിൽ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ വളരെ ഭയപ്പെടുത്തുന്നൊരു യാത്രയായിപ്പോയി. നമ്മളൊട്ടും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു യാത്ര ഈ ഇടയ്ക്ക്. എവിടെ എത്തുന്നു ഒന്നും അറിയത്തില്ല. നമ്മളൊരു ഏകദേശ ധാരണയിൽ പോവുകയാണ്. ഫോണിൽ ചാർജും ഇല്ല, എല്ലാം കുഴപ്പത്തിലാണ്. ചാർജ് ഇല്ല. സോ നമ്മള് ഇല്ലില്ല, മാക്സിമം എടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. നമുക്ക് ചാർജ് ഇപ്പൊ സേവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇല്ലില്ല, ഫോണൊക്കെ പോട്ടോ, ശരിയാവത്തില്ല. ആരും വന്ന് ചാടുകയോ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാലേ. മാപ്പ് നോക്കാൻ ഫോൺ വേണ്ടേ? എൻ്റെ ഫോൺ ഉണ്ടല്ലോ തൽക്കാലത്തേക്ക്, അത് നോക്കാം. അതിലും ചാർജ് ട്രെയിനിങ് ആണ്. ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൊറർ മൂവി കാണുന്ന കണക്കാണ്. കാരണം ഒന്നും ശരിക്കും നമുക്ക് പേടിയാവും. അമ്മാതിരി ഒരു സൈഡാണ് ഈ പോകുന്നതൊക്കെ. ഒരു മയിൽക്കുറ്റി മാത്രമാണ് അവിടെ കാണുന്നത്. ബാക്കി രണ്ട് ഭാഗത്ത് വീടുകളൊന്നുമില്ല, ലൈറ്റ് ഇല്ല. ഇത് എന്ത് ഏരിയ ആണെന്നോ ഏത് ഭാഗമാണെന്നോ അറിയത്തില്ല. കേരളമാണോ UP ആണോ എന്ന് നമുക്ക് സംശയിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥലമാണിത്. ശരിക്കും റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഈ ക്യാമറ കുലുങ്ങുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഒരു കുഴിയാണെന്ന്. റോഡെന്ന് പറയാൻ കഴിയത്തില്ല, ഫുള്ള് കുഴിയാണ് ശരിക്കും. ഭയങ്കര കുഴികൾ. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ പോലും കാണാൻ കഴിയത്തില്ല, പക്ഷെ ശരിക്കും കുഴിയാണ്. ഞാനത് എന്തായാലും ഡേ ടൈമിൽ ഇതുവഴി വരണം ഒരു തവണയും കൂടെ. കാരണം ശരിക്കും ഇന്നെനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഗൈസ്. കാരണം എങ്ങനെയാണ് ഈ പ്രേതത്തിൻ്റെ കഥകളൊക്കെ ഉരുപ്പെട്ട് വന്നത്. കാരണം ഒരു കാലത്ത് വെട്ടമില്ലായിരുന്നു. സോ ആ സമയത്ത് നമുക്ക് എന്തും ചിന്തിച്ചു കൂട്ടാം. അപ്പോഴുള്ള സമയത്ത് ആരൊക്കെയോ ഈ പറഞ്ഞുണ്ടാക്കിയ കഥകളായിരിക്കണം ഈ പറഞ്ഞ പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ. അതിൽ ഈ വെട്ടം വന്നതോടുകൂടി അവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയത്. ഈ ചെന്ന് കയറുന്നത് ഒരു ജംഗ്ഷനിലേക്കാണെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ വലിയ ജംഗ്ഷനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളുണ്ട്, അവിടെ ചെറിയ ലൈറ്റ് ഉണ്ട്. അതും നല്ല ഡിസ്റ്റൻസിലാണ് ഓരോ വീടുകൾ ഇവിടെ ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഇതായിരുന്നു ജംഗ്ഷൻ. ശരിക്കും ഇതാണ് ജംഗ്ഷൻ നമ്മൾ ഗൂഗിളിൽ കാണിച്ചത്. ആൾക്കാരൊക്കെ പല സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ഇതൊരു ഇതായിപ്പോയി. ഇതൊരു കൊടും, എൻ്റെ ജീവിതത്തിൽ ഇത്രയൊരു ഇങ്ങനത്തെ ഒരു യാത്ര ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വല്ലാത്തൊരു കാട്ടിലൂടെയുള്ള യാത്രയാണിത്. കൊടും വനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഗായ്സ്, എൻ്റെ
ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ എവിടെ എത്തുന്നവരെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനിപ്പം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം നമുക്കറിയാലോ ലെഫ്റ്റ് ആണ് ഇവിടുന്ന്. ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു. അവിടെ മുരളി സാറിന്റെ കുറെ ഫോട്ടോ ഉണ്ട്. സാർ ജയിച്ചിരുന്നെങ്കിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വന്നാലും തോന്നുന്നു. അത്രയും പറയാൻ അറിയത്തുള്ളൂ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Because I think the charge is draining and I think we need to save that. So we need to save, yeah, but still, you know, it's about the safety. ആരും വന്ന് ചാടുകയോ രാത്രിയല്ലോ. ചേട്ടാ ഒരാൾ ചാടിയാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ വേണ്ടേ? So it's better we can stop this. So guys, okay, we are gonna wind up this video. അടങ്ങിയിരടോ, ഇവിടെ വല്ല പ്രേതത്തിലും വല്ലതും കാണും. എനിക്ക് പേടിയാണ്. അതാണ് മിഡ് നൈറ്റ് ആയടോ, താൻ തമാശ കളിക്കാറി. See, you believe in Prayam this era? There's nothing like that. 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ജീവിക്കുന്നവരാണ് മനുഷ്യർ. ആ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്. 12 മണിക്കൂർ ഏകദേശം വെട്ടവും 12 ഇരുട്ടുമാണ് അല്ലേ? അത് ഭൂമിയുടെ മാത്രം കണക്കാണ്. മനസ്സിലായോ? അതേക്ക് തന്നെയാണ് നമ്മൾ കാണുന്നതല്ലല്ലോ ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. ഒരു വണ്ടി വരുന്നുണ്ട്, ശരിക്കും അപ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും അതൊരു വല്ലാത്തൊരു ട്രിപ്പായിപ്പോ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഈ ഇടയ്ക്കൊന്നും ചെയ്തതാണ്. കാണിക്കാൻ പറ്റില്ല, മലനിരകളാണ് ശരിക്കും. ഈ സൈഡിലൊക്കെ അവിടെ ഇവിടെയും ഒരു ലൈറ്റ് കാണും. അത് ലൈറ്റ് അല്ല, ഐ തിങ്ക് കാൻഡിൽ ലൈറ്റ് പോലത്തെ ഈ ദീപങ്ങളാണ് കാണുന്നത്. അവിടെ കറണ്ട് ഇല്ല. കാണിച്ചിട്ട് വെച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇരുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആകെ നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ മാത്രമേ ഉള്ളൂ നമുക്ക്. അതിന് മുന്നോട്ട് ഇടയ്ക്ക് ചില വീടുകളിൽ ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇടുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ. ഇവിടെ ഒരു അമ്പലം പോലും ഇല്ല. സാധാരണ നമ്മൾ അകത്തോട്ട് വരുമ്പോൾ പല പക്ഷേ അതൊന്നും കാണുന്നില്ല. ലൈറ്റ് ഇടല്ലേ കാട്ടിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ദീപങ്ങൾ കത്തിച്ച് വെച്ചേക്കണം അകത്ത്. ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ ചെറുതായിട്ട് ലൈറ്റുകൾ കാണുന്നുണ്ട്. പോസ്റ്റിലൊക്കെ ലൈറ്റ് കാണുന്നുണ്ട്. ഒരു വീട് കണ്ടു, മുകളിൽ പിന്നെ ഒരു വീട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ സിറ്റിക്ക് എത്താറായെന്ന് തോന്നുന്നു. വല്ലാത്തൊരു യാത്രയായി പോയിട്ടോ. ഒരുപാട് പേടിച്ചുപോയി. വീട്ടിലെത്തട്ടെ. സോ എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഊട്ടിയിൽ വെച്ച്, കൊടൈക്കനാലിൽ വെച്ച്. ഇതിപ്പോ കേരളത്തിനകത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇങ്ങനെ സ്ഥലത്ത് എത്തുമെന്നുള്ള. ഊട്ടിയിൽ, കൊടൈക്കനാലിലും ഗൂഗിൾ മാപ്പിലും ഒത്തിരി തെറ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ. പ്രത്യേകിച്ച് ഊട്ടി. ഞാൻ ആക്ച്വലി ഗൂഗിൾ മാപ്പിനെ 100% ട്രസ്റ്റ് ചെയ്ത് ആൾക്കാരോടൊന്നും ചോദിക്കാതെ അങ്ങ് പോയി. അച്ഛൻ്റെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചോദിക്കാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഗൂഗിൾ മാപ്പിൽ ഒരു വലിയ ജംഗ്ഷൻ എത്തി കേട്ടോ. താങ്ക് യു. രക്ഷപ്പെട്ടു. ബൈ.